മഹാകുംഭമേള നടന്നിടത്തുണ്ടായ അപകടം, ആ അപകടത്തിൽ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഏറ്റവും പുതുതായി ഇപ്പോൾ പുറത്തു വരുന്നത്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഉന്നതതല ഉദ്യോഗസ്ഥ സംഘം ഇന്ന് അവിടെ സന്ദർശിക്കുന്നു. മഹാകുംഭ് പ്രദേശത്ത് ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി നിയോഗിച്ച 3 അംഗ സമിതി ഉടൻ അന്വേഷണം നടത്തുമെന്ന വാർത്തയും വരുന്നുണ്ട്. അമൃത് സ്നാനത്തിനായി എത്തിയ വിശ്വാസികളുടെ തിക്കിലും തിരക്കിലും പെട്ട് 30 പേർ മരിച്ച പശ്ചാത്തലത്തിൽ സെക്രട്ടറി മനോജ് കുമാർ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ഇന്ന് പ്രദേശം സന്ദർശിക്കും. പ്രദേശത്തെ സുരക്ഷാ ക്രമീകരണങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നേരിട്ട് വിലയിരുത്തും. ത്രിവേണി സംഗമത്തിലേക്ക് പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ജനപ്രവാഹമുണ്ടായതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. നിലവിലുള്ള ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തുന്ന കാര്യത്തിൽ ഉന്നതതല സംഘത്തിന്റെ സന്ദർശനത്തിനു ശേഷമായിരിക്കും തീരുമാനമെടുക്കുക. സ്നാനം കഴിഞ്ഞു മടങ്ങുന്നവരും ഘാട്ടിലേക്കെത്തുന്നവരും തമ്മിൽ ഒന്നിച്ചെത്തിയതോടെയാണ് ബാരിക്കേഡുകൾ തകർന്ന് അപകടമുണ്ടായതെന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴി. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 36 പേരിൽ പലരുടെയും നില ഗുരുതരമെന്നാണ് റിപ്പോർട്ടുകൾ. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിയോഗിച്ച ജസ്റ്റിസ് ഹർഷ് കുമാർ, മുൻ DG VK ഗുപ്ത, വിരമിച്ച IAS ഉദ്യോഗസ്ഥൻ VK സിംഗ് എന്നിവരടങ്ങുന്ന 3 അംഗ അന്വേഷണ സമിതി ഉടൻ അന്വേഷണം ആരംഭിക്കും. 24 ഡൽഹി. അപ്പോൾ അതാണ് വാർത്ത. അതിൽ അന്വേഷണം ഉണ്ടാകട്ടെ. അത്രയധികം പേര് വരുന്ന ഒരു സ്ഥലമാണ്. നിയന്ത്രണങ്ങളൊക്കെ നമുക്ക് പറയാം എന്നുള്ളതല്ലാതെ അത്രയധികം ജനങ്ങളെ, കോടിക്കണക്കിന് ജനങ്ങളെ നിയന്ത്രിക്കുക, അവിടെ പല കാര്യങ്ങളും ശരിയായി നടത്തുക എന്നുള്ളത് പ്രയാസമാണ്. പക്ഷേ അന്വേഷണം നടക്കട്ടെ.